ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കുംബറും ലെമണും വെച്ചൊരു ഡ്രിങ്കാണ് വയ്ക്കാൻ പോകുന്നത്. നമുക്കതിന് വേണ്ടി ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ ഇത്രയും ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കതിന് വേണ്ടി കുറച്ച് പുതിനയിലയും കൂടെ എടുക്കാം. ഈ പുതിനയില ഞാനൊരു 4 ആഴ്ചയായി ഇപ്പോൾ മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ജ്യൂസിന് വേണ്ടി നമ്മൾ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. ഞാൻ കസ്കസ് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഒരു 2 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അതെടുത്തിരിക്കട്ടെ. നമുക്കിനി നമ്മുടെ പുതിനയും മിൻറ്റും ഇഞ്ചിയും ഒക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നിങ്ങൾ മധുരം ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ കുറച്ച് മധുരമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മധുരം കുറവ് മതി. അത് കാരണം ഞാൻ കുറച്ച് മധുരമേ ഇടുന്നുള്ളൂ. കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് അത് അരച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ടരയ്ക്കാം. ഞാൻ കൂട്ടത്തിൽ അരച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ച് ഉപയോഗിക്കാം. വേണ്ടാത്തവർക്ക് അരിക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് കുതിർത്ത് വെച്ച സബ്സ സീഡ് കുതിർന്നിരിപ്പുണ്ട്. നമുക്കതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്കിടാം. അതിനുശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരിച്ചാണ് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞാൻ ഗാർണിഷിന് വേണ്ടി 2 പുതിനയിലയും ഒരു നാരങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.